ഇവിടെ പേഴ്സൻ്റെ മെസ്സേജസ് ഇന്ന് 2 ഒറാക്കളുടെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കാം. കുറേ മെസ്സേജ് തനിയെ അങ്ങ് വീണു. അതെല്ലാം എടുക്കാമേ. ദേ ഹാവ് ഹേർട്ട് മീ. ഓക്കെ, അവർ പറയുന്നത് അവരെ ആരൊക്കെയോ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, എന്തോ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയുകയാണ് കേട്ടോ. എന്തൊക്കെയോ ഒരു ബ്ലോക്കേജ് അവർ ഫീൽ ചെയ്യുന്ന പോലെ. വിൽ യു ലീവ് മീ ലൈക്ക് ദി അതേഴ്സ്? മറ്റുള്ളവർ അവരെ വിട്ടുപോയതുപോലെ നിങ്ങളും വിട്ടുപോകുമോ എന്നവർ ചോദിക്കുകയാണ്. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ ബട്ട് യു. നിങ്ങളെപ്പോലെ അവരെ മനസ്സിലാക്കുന്ന ആരും ഇല്ല എന്നാണ് അവർ പറയുന്നത്. വൈ കാണ്ട് ഐ ടെൽ യു ദ ട്രൂത്ത്? എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അവർ നിങ്ങളുടെ അടുത്ത് മുഴുവൻ സത്യങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാം നിങ്ങളോട് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഐ ഡോണ്ട് നോ വെയർ ടു സ്റ്റാർട്ട്. അവർക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇഫ് ഐ കുഡ് ഗോ ബാക്ക് ഇൻ ടൈം ഐ വുഡ് ഹാൻഡിൽ അസ് ഡിഫറെൻ്റ്ലി. കുറച്ച് ബാക്കിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, റിവൈൻഡ് ചെയ്ത് ബാക്കിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ കാര്യങ്ങൾ വേറെ രീതിയിൽ ഡീൽ ചെയ്തേനെ എന്നാണ് അവർ പറയുന്നത്. ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ അവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല. യു ആർ സോ ഡിഫറെൻറ്റ് ഫ്രം എവ്രി വൺ അറൗണ്ട് മീ. അവർക്ക് ചുറ്റിനുമുള്ള മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ആളാണ് കേട്ടോ. അവർ പറയുന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങളെ അവർ ചിലപ്പോൾ അറിയാതെ തള്ളിക്കളയാറുണ്ട് എന്ന്. ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. അവർ ആ ഡിറ്റാച്ച്മെൻറ്റ് എടുത്തത് എന്തിനാണ്? അവരുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ. അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ അടുത്ത് അത് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് അവർ പറയുകയാണ്. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അതാണ്, സത്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ബീൻ എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നിങ്ങളിൽ നിന്നും മാറി നിന്ന സമയം അവർക്ക് ക്ലാരിറ്റി കിട്ടി എന്നാണ് പറയുന്നത്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. അവരുടെ ആ ഫീലിങ്സ് കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ബൈ ലൈയിങ് ഐ റിപ്ഡ് അസ് അപ്പാർട്ട്. അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഇഷ്ടമില്ല എന്നോ അങ്ങനെ എന്തെങ്കിലുമുള്ള രീതിയിൽ പറഞ്ഞു കാണും. അതുകൊണ്ടാണ് ആ നുണ അവരുടെ ലൈഫിനെ തന്നെ താറുമാറാക്കി എന്നാണ് പറയുന്നത്. ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം.